ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി ഒരു നീർദോശയും ഒരു ചെറുപയറിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, അതും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ചെറുപയറിന് കുറച്ച് ഒരു പീസ് കപ്പയും ഒരു ചെറിയൊരു നേന്ത്രക്കായുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കറിയാണെന്ന്, പക്ഷേ അടിപൊളിയാണ്. ഇത് കഞ്ഞിക്കും ഒക്കെ നല്ല കറിയാണേ. അപ്പോൾ നമുക്ക് നീർദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള റൈസ് അരച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് റൈസ് ഒരു എത്രയാ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഒരു കുറേ ഭാഗം ഒരു സ്പൂണ് പോലെ ചോറെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ശരിക്ക് ദോശ കിട്ടില്ല. കുറച്ച് തേങ്ങയും കൂടി നേർന്ന് അരച്ചിട്ട് നല്ല ഒരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെറുപയറും കപ്പയും കായയും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് വേണം കേട്ടോ. അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മുളകും മഞ്ഞളും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണ്. അധികം അരച്ച് ചാറാക്കണ്ട, ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറി റെഡിയാണ്, നല്ല കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കഞ്ഞിക്കും ചോറാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നീർദോശക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നീർദോശക്കും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം ഇത് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്താൽ മതി കേട്ടോ. കറിയായി കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് ഉപ്പ് വേണമെങ്കിലും ഇവിടെ കല്ലുപ്പാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുകയാണോ എന്തോന്നറിയില്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറി വാങ്ങി വെക്കാം. പിന്നെ ദോശ ചുടാനായിട്ട് നല്ലൊരു ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കണം കേട്ടോ. അതിനാണ് ശരിക്ക് നീർദോശയ്ക്ക് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് നല്ലോണം ഒന്ന് അത് ആക്കി പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. നല്ല തട്ടാണെങ്കിൽ നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. പിന്നെ ചോറ് അരക്കുമ്പോൾ കുറച്ച് മാത്രം അരക്കുക. ചോറ് കൂടുതൽ അരക്കുമ്പോഴാണ് ഈ പിടുത്തം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ദോശ എനിക്ക് ആവശ്യമുള്ളൂ, അതും ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.